വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് എക്സാമാണ്, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഈ ഈ എക്സാമിൻ്റെ തലേ ദിവസം 2 ദിവസം മുമ്പ് മാത്രം ബുക്ക് എടുക്കണമെന്നുള്ള പ്രശ്നമാണ്. അതുവരെ തുറക്കാതിരുന്നിട്ട് എക്സാം വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് പഠിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെ, എനിക്ക് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റാണ്, ഇതെൻ്റെ ലാസ്റ്റ് എക്സാമാണ്. അപ്പോൾ ഞാൻ ദേ ഇതുപോലത്തെ ഒരു പേപ്പേഴ്സ്, കഴിഞ്ഞ വർഷത്തെ ബുക്കിൻ്റെ ബാക്കി വരുന്ന പേപ്പേഴ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് അതിലാണ് എഴുതി പഠിക്കാറ്. എക്സാമിന് കുറച്ച് നാൾ മുമ്പെങ്കിലും പഠിച്ചു തുടങ്ങുമെന്ന് വിചാരിച്ചാലും മടി കാരണം നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് മാറ്റി വെച്ചിട്ട് എക്സാമിൻ്റെ തൊട്ട് തലേദിവസം ആകുമ്പോൾ എനിക്ക് ഞാൻ ഒന്നും പഠിച്ചില്ല എന്നും പറഞ്ഞ് ടെൻഷനാണ്. പിന്നെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും മാക്സിമം കവർ ചെയ്ത് പോവും. അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കാറ്. എനിക്ക് ടെക്സ്റ്റ് നോക്കി പഠിക്കുന്നതിനേക്കാളും ടെക്സ്റ്റിലെ പോയിന്റ് ഞാൻ വായിച്ചിട്ട് എൻ്റെ ഓൺ സെൻറ്റൻസിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ പേപ്പേഴ്സായിട്ട് ഇങ്ങനെ എഴുതി എത്തുമ്പോൾ മാള് പറഞ്ഞു ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാൻ ഡ്രസ്സ് എടുക്കണം, പിന്നെ പഞ്ചായത്തിലൊക്കെ പോകണമെന്ന്. അപ്പോഴത്തേക്ക് അപ്പോൾ പറഞ്ഞ പാടെ ഞാൻ ബുക്കും അടച്ചു വെച്ചിട്ട് നമ്മൾ റെഡിയായത് ഇറങ്ങിയിട്ടുണ്ടേ. ആദ്യം നേരെ പോയത് പഞ്ചായത്തിലോട്ടാണ്. ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത്, അപ്പോഴത്തേക്കും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മളെ പേര് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മുടെ വെമ്പായം പഞ്ചായത്താണ്. അപ്പം പഞ്ചായത്തിലോട്ട് പോണ വഴി നല്ല കുറച്ച് ഉൾപ്രദേശത്തായതുകൊണ്ട് തന്നെ വലിയ വെയിലോ അങ്ങനെ ഒന്നുമില്ല, മൊത്തം റബ്ബറൊക്കെ ആയതുകൊണ്ട് നല്ല തണലുണ്ടായിരുന്നു. പഞ്ചായത്തിലോട്ട് പോണ വഴിയിലാണ് കേട്ടോ ഞാൻ +1 +2 പഠിച്ച സ്കൂള്. അപ്പോൾ ഇതാണ് സ്കൂൾ. അപ്പോൾ ഈ ഇടയ്ക്ക് എന്തോ അവിടെ ഒരു ലോറി എന്തോ വന്ന് ഗേറ്റൊക്കെ ഇടിച്ചിട്ട്, അപ്പോൾ പുതിയതായിട്ട് ഗേറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പണി. അപ്പോൾ കുറച്ച് പോയാൽ മതി വീടിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ നമ്മളിതേ പഞ്ചായത്തിലെത്തി. അവിടെ നിന്ന് ഞാനും മാളും ഇറങ്ങി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരണതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കേണ്ട അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷ പോലെ വലിയ ടൈമൊന്നും എടുക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ അത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ആധാറിൻ്റെ കോപ്പിയൊക്കെ കൊടുത്ത് ജസ്റ്റ് നമ്മുടെ പേര് അതിലുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പഞ്ചായത്ത് ഇലക്ഷൻ അല്ലായിരുന്നു. അപ്പോൾ ഇതിന് ഒന്നും കൂടെ നമ്മുടെ പേര് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ഫോം വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോമും നമ്മൾ അഡീഷണലായിട്ട് SSLCയുടെയും ആധാറൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ എല്ലാം വാങ്ങി നോക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇന്ന് ആളുടെ നമ്മളുടെ എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് പോത്തൻകോടുള്ള സ്റ്റുഡിയോയിലാണ്. പോത്തൻകോട് അത്യാവശ്യം നല്ല തിരക്കൊക്കെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാത്രം പോയാൽ മതി പോത്തൻകോട്, പെട്ടെന്ന് എത്താൻ പറ്റും. ഇപ്പോൾ ഓണം സീസണൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തേക്ക് ഡ്രസ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എല്ലായിടത്തും. പക്ഷേ സ്റ്റുഡിയോയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഓഫർ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പോയതാണ്, പക്ഷേ ഓഫർ ഇല്ലായിരുന്നു. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല പലാസോയും ജീൻസും ഒക്കെ 799 699 ജീൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ചൊരു പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സാണ് നോക്കി പോയത്. അപ്പോൾ അത്യാവശ്യം അടിപൊളി കളക്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു, നല്ല മെറ്റീരിയലൊക്കെ ആയിരുന്നു. അപ്പം ഓരോന്ന് ട്രയൽ ചെയ്ത് നോക്കും, ഇഷ്ടപ്പെടില്ല വീണ്ടും നോക്കും. പിന്നെ ചെരുപ്പൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലുണ്ടായിരുന്നു. 299 ഒക്കെ അടിപൊളി ഇതും, പിന്നെ കാഷ്വൽ ആയിട്ടുള്ള ടോപ്സൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ കോസ്മെറ്റിക്സ്, പിന്നെ സ്റ്റുഡിയോയിലെ ചെരുപ്പൊക്കെ ഒരുപാട് നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു വൈറ്റ് ചെരുപ്പ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ചെരുപ്പോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ എനിക്കും മാളൂനും ഉള്ള ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. മാളൂൻ്റെത് ഞാൻ തന്നെയാണ് ട്രയൽ ചെയ്ത് നോക്കുന്നത്. അവൾക്ക് ട്രയൽ ചെയ്യാനൊക്കെ മടിയായതുകൊണ്ട് തന്നെ ഞാനും അവളും ഏകദേശം ഒരു സൈസാണെന്ന് എല്ലാവരും പറയും. പണ്ടൊക്കെ എല്ലാവരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുമായിരുന്നു ട്വിൻസാണോ ട്വിൻസാണോ. കാരണം എനിക്ക് അവൾക്കും ഒരുപോലത്തെ ഡ്രസ്സ് എപ്പോഴും എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത ഡ്രസ്സൊക്കെ അവിടെ നിന്ന് ബില്ല് ചെയ്ത് പേ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ ഒരിടത്ത് നിർത്തിയില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല വെയിലും നല്ല ചൂട്, പോത്തൻകുളമൊക്കെ നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ വിശന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ ഒന്ന് ഇറങ്ങിയായിരുന്നേ. ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എണീച്ച് ചായ അമ്മ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതിനെ വാഴക്കപ്പം എന്നാണ് പറയണത്. അപ്പം ഞാൻ അതൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. എനിക്ക് പുറത്തുനിന്നൊക്കെ വാഴക്കപ്പമൊക്കെ കഴിക്കണേക്കാളും ഇഷ്ടം വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അമ്മ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ കഴിച്ചിട്ട് ചൂടുണ്ടായിരുന്നതാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. ചൂടുണ്ടായിരുന്നു, നല്ല ഉണ്ടാക്കിയ പാടെ തന്നെ കഴിച്ച്. അതൊക്കെ ഉണ്ട്. ഇന്ന് എടുത്ത ഡ്രസ്സ് ഞാൻ വെറുതെ ഇട്ട് നോക്കുന്നുണ്ടെങ്കിൽ കൊള്ളാമോ എന്നൊക്കെ വെച്ചിട്ട്. അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് കുറച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചേർന്നില്ലേ, കളർ ഡിമ്മായോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരുന്നു. എന്നിട്ട് ഞാൻ നേരെ പോയി പഠിച്ചിട്ടുണ്ട്. പിന്നെ നോൺ സ്റ്റോപ്പ് ആയിരുന്നു. അങ്ങനെ പഠിച്ചാലേ നാളെ നല്ലതുപോലെ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ടീച്ചറും കുട്ടിയൊക്കെ കളിച്ചിട്ടൊന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ പഠിച്ചു തരുന്നുണ്ട് പിന്നെയും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴോ അപ്പോൾ നല്ലതുപോലെ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ബൈ ഡിയേഴ്സ്.